തിരുവനന്തപുരത്ത് നെടുമങ്ങാട് അവിടുത്തെ സഹകരണ അർബൻ ബാങ്കിൽ അനധികൃത നിയമനം നടത്തി കോൺഗ്രസ് നേതാക്കൾ പണം തട്ടിയെടുത്ത് എന്നാണ് ആരോപണം. കോടികൾ ഇതുപോലെ തട്ടിയെടുത്തു എന്നാണ് പരാതി നിലനിൽക്കുന്നത്. നിയമങ്ങൾ പാലിക്കാതെ ഒഴിവില്ലാത്ത തസ്തികകളിലേക്ക് കോഴ വാങ്ങി 16 പേരെ നിയമിച്ചു എന്നാണ് ആക്ഷേപം. മുൻ DCC അധ്യക്ഷനായ പാലോടി രവി അടക്കമുള്ള നേതാക്കൾക്കെതിരെ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസ് നേതൃത്വത്തിനും പാർട്ടി അംഗങ്ങൾ തന്നെ പരാതി നൽകിയിരിക്കുകയാണ്. TS ഹരീഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഹരി, ഇതിപ്പോൾ രാഷ്ട്രീയ വിരോധം എന്ന് പറയാൻ കഴിയില്ല അല്ലേ? പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഈ പരാതികൾ വരുന്നത്. 16 നിയമനം, ഒരു സഹകരണ ബാങ്കിൽ 16 നിയമനം, അവർക്ക് എത്ര ശാഖയുണ്ടെങ്കിൽ പോലും 16 എന്നൊക്കെ പറയുമ്പോൾ വലിയ കണക്കുമാണ്. എന്താണ് ഈ പരാതിയുടെ അല്ലെങ്കിൽ ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാനം? പാർട്ടിയിലെ ചേരിതിരിവുകൾ പ്രകടമാകുന്നതാണോ, എന്താണ്? ഭിന്നത തന്നെയുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം, നെടുമങ്ങാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന പ്രാദേശിക നേതൃത്വത്തിന് വലിയ അതൃപ്തി ഈ വിഷയത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്, സംസ്ഥാന നേതൃത്വത്തിന് തന്നെ പരാതിയുമായി ഇവർ മുന്നിട്ടിറങ്ങിയത്. പ്രതിപക്ഷ നേതാവിനുൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകുകയും ചെയ്തു. 1-2 രൂപയല്ല, 2.65 കോടി രൂപയാണ് തട്ടിപ്പ് നടത്തിയത് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അതായത് 16 പേരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് 2.65 കോടി രൂപയുടെ കോഴ വാങ്ങി എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. ബൈലോയിൽ ഇല്ലാത്ത രീതിയിൽ തസ്തികകൾ സൃഷ്ടിച്ച് നിയമനം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നു. അതായത് ഇഷ്ടക്കാർക്ക് വേണ്ടി നിയമനം നടത്തുന്നു, ഒരേ പോസ്റ്റിൽ തന്നെ ഒന്നിലധികം ആളുകളെയൊക്കെ നിയമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഹരി, ഒരു മിനിറ്റ് ഹരിയിലേക്ക് തിരികെ. ഇപ്പോൾ ഈ ബാങ്ക് ചെയർമാൻ കൂടിയായ ശ്രീ തേക്കട അനിൽ ടെലിഫോണിലുണ്ട്. ശ്രീ തേക്കട അനിൽ, വളരെ ഗുരുതരമായ ആരോപണമാണ്. നിങ്ങൾക്കിപ്പോൾ ഇതൊരു രാഷ്ട്രീയമായി ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയാണ് ഈ പരാതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 16 നിയമനങ്ങൾ, അതിൽ ഇത്രയും കോടിയുടെ ഒരു ക്രമക്കേട്, എന്താണ് ആദ്യ പ്രതികരണം? അല്ല, ഈ പുറത്തു വരുന്ന വാർത്തകളും ആരോപണങ്ങളും പരാതികളും എല്ലാം വളരെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. ഇത് റിസർവ് ബാങ്കിന്റെ ലൈസൻസോടുകൂടി 1951 മുതൽ പ്രവർത്തിക്കുന്ന നെടുമങ്ങാട്ട് ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു ബാങ്കാണ്. ഞാൻ കഴിഞ്ഞ 13 വർഷമായി അവിടെ ചെയർമാനാണ്. 2020 നമ്മൾ അറ്റൻഡർ P1 തസ്തികയിലേക്ക് ടെസ്റ്റ് നടത്തി, ഇന്റർവ്യൂ നടത്തി. അതിൽ തന്നെ ആദ്യഘട്ടത്തിൽ 9 പേരെ നിയമിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ലിസ്റ്റിന്റെ കാലാവധി ഒക്ടോബർ 13 അവസാനിക്കുകയാണ്. അവിടെ ഇല്ലാത്ത പോസ്റ്റ് നിയമനം നടത്തി എന്നുള്ളത് തികച്ചും വാസ്തവവിരുദ്ധമാണ്. നെടുമങ്ങാട് അർബൻ ബാങ്കിൽ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് ക്ലാസ് 1 ഉൾപ്പെട്ട 29 ജീവനക്കാരുടെ ആവശ്യം അവിടെ ഉണ്ട്. അത് കൂടാതെ ഈ 29 സ്റ്റാഫ് പാറ്റേൺ അനുവദിച്ചതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട റിസർവ് ബാങ്ക് ഞങ്ങൾക്ക് വെമ്പായത്തേക്ക് പുതിയ ബ്രാഞ്ച് അനുവദിക്കാനുള്ള ലൈസൻസ്. ശരിക്കും പറഞ്ഞാൽ ഒരു 32 ജീവനക്കാരുടെ ആവശ്യം ഞങ്ങൾക്ക് ആ ബാങ്കിലുണ്ട്. ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ, അവിടെ 17 ജീവനക്കാരുണ്ട്. ആ 17 ജീവനക്കാരിൽ 3 പേർ ഈ ബാങ്കിൽ നിന്നും ടെർമിനേഷൻ വാങ്ങി JDCക്ക് വേണ്ടി ട്രെയിനിങ്ങിന് പോയി. ഇപ്പൊ 14 ജീവനക്കാരാണ്. 2 ബ്രാഞ്ചും ഹെഡ് ഓഫീസും റൺ ചെയ്യിപ്പിച്ചുള്ള ദിവസം വളരെയധികം പ്രയാസമുണ്ട്. അങ്ങനെ ബാങ്ക് ഭരണസമിതി തീരുമാനപ്രകാരം നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇവിടെ ഞങ്ങള് 11 ആളുകളെ അവിടെ താൽക്കാലികമായി, അത് ബാങ്ക് അറിയാം, ആവശ്യത്തിനനുസരിച്ച് ജീവനക്കാരെ വെക്കണം. ആ ഒരു ഇതനുസരിച്ച് ആ റാങ്ക് ലിസ്റ്റിൽ നിന്നുമാണ് 11 പേരെ നിയമിച്ചത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ധാരാളം പരാതികൾ കിട്ടാത്തവർക്ക് പരാതികൾ വരും. ഇത് ഇപ്പൊ നിലവിൽ ഞങ്ങൾക്ക് അവിടെ ഒഴിവുള്ള തസ്തിക ഒഴിവില്ല എന്ന് പറയുന്നത്. ശരി, ഒറ്റ കാര്യം. അപ്പൊ അതായത് 11 പേരെയാണ് നിങ്ങൾ താൽക്കാലികമായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. അത് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഇതിൽ ഒരുവിധ ക്രമക്കേടുകളും ഇല്ല എന്നാണല്ലോ താങ്കൾ പറയുന്നത്, അല്ലേ? ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ ബാങ്കിൽ സീനിയർ ക്ലർക്ക് തസ്തിക 5 എണ്ണമാണ്. അതിൽ ഒരു സീനിയർ ക്ലർക്ക് മാത്രമാണ് ഇപ്പൊ ബാങ്കിൽ പ്രവർത്തിക്കുന്നത്. ബാക്കി 4 ഒഴിവ്. ജൂനിയർ ക്ലർക്ക് തസ്തിക ആ ബാങ്കിൽ ഉള്ളത് 7 തസ്തികയാണ്. അതിലുള്ളത് 2 പേരാണ്. അതിൽ 5. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ അങ്ങനെ തന്നെ പറഞ്ഞു 10-13 വർഷമായി പ്രവർത്തിക്കുന്നതാണ്, വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇത്രയും 4 സീനിയർ ക്ലർക്ക് വേണ്ടിയെടുത്ത് ഒരാൾ എന്നൊക്കെ പറയുമ്പോൾ വലിയ വ്യത്യാസമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നിയമനങ്ങൾ കുറഞ്ഞു പോയത്, അല്ലെങ്കിൽ ആളുകളില്ലാതെ പോയത്? ആളുകളില്ലാതെ പോയത് എന്ന് പറയുന്നത്, നമ്മുടെ ബാങ്ക് കഴിഞ്ഞ കുറേ ദിവസമായി റിസർവ് ബാങ്കിന്റെ സ്റ്റാഫിന്റെ നിയന്ത്രണത്തിലായിരുന്നു. സ്റ്റാഫിന്റെ നിയന്ത്രണം കഴിഞ്ഞ മാർച്ച് മാസത്തോടു കൂടി സ്റ്റാഫിന്റെ നിയന്ത്രണം മാറ്റി. കാരണം മാർച്ചിലെ ബാങ്കിന്റെ പ്രോഫിറ്റ് എല്ലാം കണക്കാക്കി എല്ലാ നിയന്ത്രണങ്ങളും മാറ്റി. ഇനി നമുക്ക് ജീവനക്കാരെ നിയമിക്കുന്നതിന് തടസ്സമില്ല, റിസർവ് ബാങ്കിന്റെ ഭാഗത്തുള്ള തടസ്സമില്ല. അപ്പൊ അതനുസരിച്ച് ഞങ്ങൾ ഈ 5 ജൂനിയർ ക്ലർക്ക് തസ്തിക കേരളത്തിലെ സഹകരണ പരീക്ഷാ ബോർഡിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ തസ്തിക പരീക്ഷാ ബോർഡിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 31 സഹകരണ പരീക്ഷാ ബോർഡ് അതിനുവേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ക്ഷണിച്ചത്.
പിന്നെ ഈ 3 സബ് സ്റ്റാഫ് പിന്നെ അറ്റൻഡർ പ്യൂൺ തസ്തികയിലുള്ള 3 JDCക്ക് പോയപ്പോ ബാങ്കർ എൻജോയ്ക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ. അല്ല, അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ അങ്ങ് താൽക്കാലികമായി എടുത്തു എന്ന് പറഞ്ഞത് നേരത്തെ നിങ്ങൾ അഭിമുഖം പൂർത്തിയാക്കി ആ പട്ടികയിൽ നിന്നാണ് ആളുകളെ എടുത്തത്? ആ പട്ടികയിൽ നിന്ന്. ശരി, ഹരി നമുക്കൊപ്പമുണ്ട്. ഹരി, അപ്പോൾ അദ്ദേഹം പറയുന്നത് 11 പേരെ താൽക്കാലികമായി നിയമിച്ചതേ ഉള്ളൂ. അത് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനാണ് താൽക്കാലികമായി, പ്രത്യേകം നമ്മൾ പറയണം താൽക്കാലികമായി. നമുക്കറിയാം ഓരോ സഹകരണ ബാങ്കുകളിൽ ജോലി കിട്ടാൻ വേണ്ടി എത്രയോ ലക്ഷങ്ങളൊക്കെ കൊടുക്കുന്നതൊക്കെ ഈ നാട്ടിൽ എന്താ പറയുക പരസ്യമായ രഹസ്യമാണ്, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് ഈ ആരോപണങ്ങൾ കൃത്യമായി എവിടെ നിന്ന് വരുന്നു, ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന്റെ അടിസ്ഥാനം കൂടി ഒന്ന് പറയൂ ഹരി. അങ്ങ് തുടരണേ ശ്രീ തേക്കടാനിൽ. ഇതുമായി ബന്ധപ്പെട്ട ഈ പരാതിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിജ്ഞാപനം ഇറക്കിയിരുന്നു. ഈ ആളുകളെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള വിജ്ഞാപനം ഇറക്കിയിരുന്നു. പക്ഷെ ആ വിജ്ഞാപനം ഇറക്കി അതിന് പരീക്ഷയും മറ്റുമൊക്കെ നടത്തി, അഭിമുഖമൊക്കെ നടത്തി. പക്ഷേ അഭിമുഖത്തിൽ പങ്കെടുത്ത ആളുകളെ അല്ല നിയമിച്ചത് എന്നുള്ള ഗുരുതരമായ ആരോപണം ഇതിലുണ്ട്. അതിന് ഭരണസമിതി എന്തായാലും മറുപടി പറയേണ്ടി വരും. പക്ഷെ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഒരു അഭിമുഖം നടത്തി അതിൽ നിന്നാണ് ആളുകളെ നിയമിച്ചിരിക്കുന്നതെന്നാണ്. പക്ഷേ KPCCയിലെ നേതൃത്വത്തിനും കോൺഗ്രസ് നേതൃത്വത്തിനും ഉൾപ്പെടെ ലഭിച്ച പരാതിയിൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ നിയമിച്ചവരിൽ നിന്നൊക്കെ ലക്ഷങ്ങളാണ് വാങ്ങിയത് എന്നുള്ള ആരോപണം കൂടി നിലനിൽക്കുന്നുണ്ട്. ഹരി, ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കൃത്യമായി അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തന്നെയാണല്ലോ ഈ പരാതികൾ വരുന്നത് അല്ലേ? അതെ, അവരിൽ നിന്ന് തന്നെയാണ്. നെടുമങ്ങാട് തന്നെ കേന്ദ്രീകരിച്ചുള്ള പ്രാദേശിക നേതാക്കളിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ പരാതി വന്നിരിക്കുന്നത്. അതിൽ ഈ പരാതി തന്നെ ചിലരുടെ പേരുകൾ മുൻ DCC പ്രസിഡന്റായ പാലോട് രവി, ഒപ്പം തന്നെ ബാങ്കിന്റെ ചെയർമാൻ നമ്മോടിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തേക്കടാനിൽ, അതോടൊപ്പം തന്നെ ആനാട് ജയൻ തുടങ്ങിയ ആളുകളുടെ പേരുകളൊക്കെ അവർ പറയുന്നുണ്ട്. ശരി, ശ്രീ തേക്കടാനിൽ അങ്ങ് കേട്ട് കാണാം. ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന പരാതി ഈ അഭിമുഖം അങ്ങ് പറയുന്നു. നമുക്കിപ്പോൾ 2 ഭാഗങ്ങളും കേൾക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. അഭിമുഖം നടത്തിയ പട്ടികയിൽ നിന്ന് തന്നെയാണെന്ന്. പക്ഷേ ഈ പരാതികളൊക്കെ വരുന്നത് നിങ്ങളുടേതായ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ്. അതെ, ഈ കോൺഗ്രസ് പോലെ കുറച്ച് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ചില ആളുകൾക്ക് പരാതി കൊണ്ട് പാർട്ടി നേതൃത്വത്തെ പരാതിയുമായി സമീപിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം. പാർട്ടി അതിനെ സംബന്ധിച്ച് അന്വേഷിക്കട്ടെ. അല്ലെങ്കിൽ അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ശ്രീ തേക്കടാനിൽ, അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലല്ലോ ഒരു പാർട്ടിക്കുള്ളിൽ, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നു പോകുന്ന ഒരു ബാങ്കിൽ ഒരു ക്രമക്കേടുണ്ട് എന്ന് ആ പാർട്ടിക്കുള്ളിൽ നിന്ന് ആളുകൾ പറയുമ്പോൾ അത് അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ട് പറയുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വലിയ തെറ്റാണ് നടന്നത്, വലിയ ക്രമക്കേടാണ് നടന്നത്. അപ്പൊ നിങ്ങൾ അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. ഇതിനെ സംബന്ധിച്ച് യാതൊരു ക്രമക്കേടും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ ഈ രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള ബാങ്കുകളിൽ ഇപ്പോ മറ്റു പല ബാങ്കുകളിലും ചെയ്യും. റിസർവ് ബാങ്കിന്റെ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ബാങ്കിൽ ഞങ്ങൾ തയ്യാറാക്കി വെച്ച റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒരു മാറ്റവും ഇല്ലാതെ അവിടെ നിന്ന് നിയമനം നടത്തുമ്പോൾ അവിടെ രാഷ്ട്രീയം നോക്കി ചെയ്യാൻ പറ്റില്ല. കോൺഗ്രസുകാരെ മാത്രം നിയമിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിന് BJPക്കാരെ ഒഴിവാക്കാൻ പറ്റില്ല, അല്ല മാർക്സിസ്റ്റ് പാർട്ടി ഒഴിവാക്കാൻ പറ്റില്ല. അത് വളരെ സ്വതന്ത്രമായി അതിന്റെ ലിസ്റ്റിൽ നിന്ന് വളരെ നീതിപൂർവ്വം തയ്യാറാക്കിയ ലിസ്റ്റിൽ നിന്നാണ് നടത്തിയിട്ടുള്ളത്. അല്ല, പക്ഷേ കോൺഗ്രസ്സുകാരെ ജോലിക്ക് എടുത്തു എന്നുള്ളതൊന്നും അല്ലല്ലോ പ്രശ്നം. ഈ ജോലിക്ക് എടുത്തവരിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ട്. കൃത്യമായി ഈ അഭിമുഖം നടത്തിയ പട്ടികയിൽ നിന്നാണോ ഇവരെ എടുത്തതെന്നുള്ള സംശയമാണ്. അല്ലാതെ കോൺഗ്രസ്സുകാരല്ലാതെ മറ്റാളുകളെ എടുത്തു എന്നുള്ളതല്ല പരാതി. അതല്ല, ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ട ഏജൻസിയിൽ അന്വേഷണം നടത്തണം. അങ്ങനെ എന്തെങ്കിലും തിരിമറിയോ അല്ലെങ്കിൽ എന്താ സാമ്പത്തിക ഇടപാടോ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷിക്കണം. അല്ലാതെ ഈ ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട്. അതായത് അങ്ങ് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമല്ല, പാർട്ടിക്കുള്ളിലെ ചേരിതിരിവുകൾ അത് ഒരു പക്ഷത്തെ തകർക്കാൻ വേണ്ടി മറുപക്ഷം ഉണ്ടാക്കുന്ന ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണം എന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ? ഒരു പക്ഷവും കോൺഗ്രസ് പാർട്ടിയിൽ അവർ പാർട്ടി നേതാക്കളോട് എന്തെങ്കിലും പരിശോധന പറഞ്ഞു കാണും. അവരാരും പരസ്യമായി യോഗം നടത്തി പ്രതിഷേധിക്കുകയോ പത്രപ്രസ്താവന നടത്തുകയോ ചെയ്തിട്ടില്ല. അവർ പാർട്ടി നേതാക്കളെ അപ്പൊ എനിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പാർട്ടി നേതൃത്വത്തെ സമീപിക്കാം. അതൊന്നും തെറ്റായി ഞാൻ കാണുന്നില്ല. പക്ഷെ ഇവിടെ നടത്തിയ നിയമനം എന്ന് പറയുന്നത് വളരെ നീതിപൂർവ്വമായി ആ ലിസ്റ്റിൽ നിന്നാണ് നടത്തിയിട്ടുള്ളത്. അല്ല, ഞാൻ ചോദിക്കുന്നത് വെറുതെ ഒരു പരാതി ഉണ്ടാവുമല്ലോ. ചുമ്മാ ഇരിക്കുമ്പോൾ ഒരാൾക്ക് അന്ന് പരാതി ഉന്നയിച്ച് കളയാന്ന് പറഞ്ഞ് നേരത്തെ VD സതീഷിന് പോയിട്ട് ഈ ബാങ്കിൽ ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നല്ലോ. അവർക്ക് എന്തെങ്കിലും അതിലൊരു കൺസേൺ ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവർ അനുഭവിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അനുഭവസ്ഥർ അവരോട് വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പരാതി വരുന്നത്. അല്ലെ വെറുതെ ചുമ്മാ പൊട്ടി മുളയ്ക്കുന്നല്ലോ. അവർ തെളിയിക്കട്ടെ. ഈ ബോർഡിലുള്ള ഞങ്ങളെല്ലാം 10, 30 വർഷവും 40 വർഷമായി പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ ഒരു ദേശാഭിമാനി പത്രവും കേരളീ ചാനലും നിരന്തരമായി ഇങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കുമ്പോ അതൊരു രാഷ്ട്രീയമായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ കോൺഗ്രസ് ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നേതാക്കന്മാരെ കണ്ട് അവർ വിളിക്കുമ്പോൾ അതിന് വ്യക്തമായി മറുപടി കൊടുക്കാനും ഞങ്ങളെ കൊണ്ട് കഴിയും. ശരി, ശ്രീ തേക്കടാനിൽ, മറ്റാരെങ്കിലും ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ടോ, വാർത്ത കൊടുക്കുന്നോന്ന് അറിയില്ല. നമ്മൾ
വന്ന പരാതികൾ ആളുകളോട് പറഞ്ഞു, പരാതി അല്ലെങ്കിൽ ആരോപണ വിധേയനായ അങ്ങയുടെ പ്രതികരണം തേടി. അങ്ങ് പറയുന്നു അഭിമുഖം നടത്തിയുള്ള ആളുകളിൽ നിന്നാണ് ആളുകളെ എടുത്തിരിക്കുന്നത്, താൽക്കാലികമായ നിയമനമാണ്, പണം വാങ്ങിയിട്ടില്ല. അത് നമ്മൾ രണ്ട് വാദങ്ങളും കേട്ടു. ഇനി അത് ഈ പരാതിപ്പെട്ടവർ നിയമപരമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ പോകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി തന്നെ ഇതിലൊരു പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകട്ടെ, നമുക്കിതിൽ വിഷയമൊന്നുമില്ല. പക്ഷേ തെറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തണം, അല്ലെങ്കിൽ അതിന് വേണ്ട നടപടികൾ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ തേക്കടനിൽ പ്രതികരണം അറിയിച്ചതിന്.